ആദ്യം പഠിക്കുന്ന ചാപ്റ്റർ ഇതാണ് കെമിസ്ട്രിയിൽ +1 +2. ഇതിനകത്ത് നമ്മള് ഇതിനെ ബേസ് ചെയ്താൽ നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റർ മൊത്തം പഠിക്കണം. അപ്പൊ അത് കറക്റ്റായിട്ട് പഠിച്ചാൽ ബാക്കിയുള്ള നല്ല എളുപ്പമാവും. ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ കെമിസ്ട്രി ഡെവലപ്മെന്റ് കുറച്ച് ഹിസ്റ്ററിയും ആൾക്കാരുടെ കുറച്ച് കോൺട്രിബ്യൂഷൻസും അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതൊക്കെ നിങ്ങൾ സമയം പോലെ വായിക്കുക. നമ്മൾ തുടങ്ങുന്നത് ഈ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്, അത് വെച്ചാണ് നമ്മൾ തുടങ്ങണം. Okay. Nature of matter. You're already familiar with the term matter from your earlier classes. Anything which has mass and occupies space is called. എന്താണ് നമ്മൾ മാറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്? മാസ് ഉള്ളതും സ്പേസിനെ ഒക്യുപ്പൈ ചെയ്യുന്ന എന്തിനെ നമ്മൾ മാറ്റർ എന്ന് വിളിക്കും അല്ലേ? Everything around us, for example, book, pen, pencil, water, air, all living beings, etc. are composed of matter. നമ്മൾ ചുറ്റുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബുക്ക്, പേന, പെൻസിൽ എല്ലാം എന്താണ് മാറ്റർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പറയുന്നത്. പിന്നെ നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലേക്ക് പോകും. യു ആർ അവെയർ ദാറ്റ് മാറ്റർ ക്യാൻ എക്സിസ്റ്റ് ഇൻ 3 physical states. ഇപ്പൊ മാറ്ററിന് 3 physical സ്റ്റേറ്റ് ഉണ്ട്. ഏതൊക്കെ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. The constituent particles of matter are in these 3 states can be represented as shown in figure 1. ഏതാണ്? figure 1.1 നമ്മുടെ എന്താണ് 3 നമ്മൾ കാണിച്ചു. എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ അവരുടെ പാർട്ടിക്കിൾസ് നോക്കുമ്പോൾ തന്നെ എന്താണ്? സോളിഡ് ആണ് എന്ത് പാർട്ടിക്കിൾസ് ഏറ്റവും ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് ഏറ്റവും അടുത്തടുത്ത് പാർട്ടിക്കിൾസ് നിൽക്കുന്നത് സോളിഡിലാണ്. ലിക്വിഡിൽ ഇച്ചിരി കൂടെ കുറവ്, ഗ്യാസിൽ പാർട്ടിക്കിൾസ് തമ്മിൽ ഒരുപാട് ദൂരം. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യും. Particles are held very close to each other in solids in an orderly fashion and there is not much freedom of movement. അപ്പം സോളിഡ്സിൽ എന്താണ്? പാർട്ടിക്കിൾസ് എല്ലാം ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. വെരി ക്ലോസ് ടു ഈച്ച് അതർ. എന്താണ്? ഇൻ ഓർഡർലി ഫാഷൻ. മാത്രമല്ല അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരു സ്ഥലത്ത് നിന്ന് അവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ലിക്വിഡ്സിൽ എന്താണ്? ലിക്വിഡ്സിൽ പാർട്ടിക്കിൾസ് അടുത്ത് തന്നെ, സോളിഡ്സിന് അത്ര അടുത്തല്ല, പക്ഷെ അടുത്താണ്. മാത്രമല്ല അവരുടെ പാർട്ടിക്കിൾസിന് എന്താണ്? ഓടിക്കളിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ലിക്വിഡ്സ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ ബട്ട് ദേ ക്യാൻ മൂവ് അറൗണ്ട്. സോളിഡ്സിനെ പോലെ പാർട്ടിക്കിൾസ് അടുത്താണ്, സോളിഡ്സിന്റെ അത്ര അടുത്തല്ല, എന്നാലും അടുത്താണ്. പക്ഷെ സോളിഡ്സിൽ പാർട്ടിക്കിൾസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് കുറവാണ്. ലിക്വിഡ്സിൽ പക്ഷെ അതുണ്ട്. ഓക്കെ. However, in gases, the particles are far apart as compared to those present in solid or liquid states and their movement is easy. ഗ്യാസ് നോക്കുകയാണെങ്കിൽ ഗ്യാസ് എടുത്ത പക്ഷേ അവരുടെ പാർട്ടിക്കിൾസിനിടയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. മാത്രമല്ല ഇപ്പം എത്ര നമ്മൾ ഗ്യാസിൽ പാർട്ടിക്കിൾസിനെ ഇങ്ങനെ വേണമെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ലിക്വിഡ്സിലും ഗ്യാസിലും എന്താണ്? നമ്മളിപ്പോ ഒരു കണ്ടെയ്നറിൽ ഗ്യാസോ ലിക്വിഡ് എന്താണെന്ന് വെച്ചാൽ എടുത്തു വെച്ചാൽ ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും അത് രണ്ടും ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ. ഗ്യാസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് സച്ച് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എക്സിബിറ്റ് ദി ഫോളോയിങ്. അപ്പം മാറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഓക്കെ. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് വോളിയം ആൻഡ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഉണ്ട്, വോളിയം ഉണ്ട്. ലിക്വിഡ്സിന്റെ ആവശ്യം പറയുമ്പോൾ ലിക്വിഡ്സിൽ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷെ അവർക്ക് എന്താണ്? ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. അപ്പൊ നമ്മൾ വെള്ളം എന്താണ് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ജഗ്ഗിൽ എന്തെങ്കിലും വെച്ചാൽ എന്താണ്? ആ ജഗ്ഗിന്റെ ഷേപ്പാണ് എടുക്കുന്നത് അല്ലേ? സിലിണ്ടറിൽ വെച്ച് വെച്ചാൽ സിലിണ്ടറിക്കൽ ഷേപ്പ് ആവും, സ്പിയറിൽ വെച്ച് വെച്ചാൽ സ്ഫെറിക്കൽ ഷേപ്പ് ആവും. അപ്പൊ അത് ഒഴിച്ച് വയ്ക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പാണ് ലിക്വിഡ്സ് എടുക്കുന്നത് അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ടേക്ക് ദി ഷേപ്പ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ പ്ലേസ്ഡ്. ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഡെഫിനിറ്റ് വോളിയവും ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. ചുറ്റുമുള്ള കണ്ടീഷൻസ് അനുസരിച്ചാണ് ഗ്യാസിന്റെ വോളിയം പോലും തീരുമാനിക്കുന്നത്. ലിക്വിഡ് നമ്മളിപ്പോ ഏത് പ്രഷർ എടുത്ത് വെച്ചാലും ലിക്വിഡിന് ഒരു ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഗ്യാസ് അങ്ങനെയല്ല. ഗ്യാസിനെ നമുക്ക് കംപ്രസ് ചെയ്തൊക്കെ വെക്കാൻ പറ്റില്ല. അപ്പൊ അതിനൊരു ഡെഫിനിറ്റ് വോളിയം, കാരണം ഗ്യാസ് പാർട്ടിക്കിൾസിനിടയിൽ ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് അവരെ കംപ്രസ് ചെയ്യാനും അതല്ല നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ വീണ്ടും അതിനെ എക്സ്പാൻഡ് ചെയ്യാനും വോളിയം എക്സ്പാൻഡ് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷെ ലിക്വിഡ്സിൽ ഗ്യാസിൽ
ലിക്വിഡ്സിലും സോളിഡ്സിലും നമുക്കത് പറ്റത്തില്ല. അപ്പൊ ഗ്യാസിന് എന്താ ഡെഫിനിറ്റ് വോളിയം ഇല്ല, ഡെഫിനിറ്റ് ഷേപ്പ് ഇല്ല. ദേ കംപ്ലീറ്റ്ലി ഓക്യുപ്പൈ ദി സ്പേസ് ഇൻ ദി കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ പ്ലേസ്ഡ്. ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ മൊത്തം വോളിയം ഗ്യാസസ് ഓക്യുപ്പൈ ചെയ്യും. ഓക്കെ. These three states of matter are interconvertible by changing the conditions of temperature and pressure. നമ്മൾ ടെമ്പറേച്ചറും പ്രഷറും ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. സോളിഡ് നമ്മൾ ഹീറ്റ് ചെയ്താൽ ഇതാണ് ലിക്വിഡ് ആവുന്നു, ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ ഗ്യാസ് ആവുന്നു, ഗ്യാസിനെ കൂൾ ചെയ്താൽ ലിക്വിഡ്, ലിക്വിഡിനെ കൂൾ ചെയ്താൽ സോളിഡ്. അപ്പം ഇങ്ങനെ ഇന്റർ കൺവേർഷൻ ഈ 3 ഫിസിക്കൽ സ്റ്റേറ്റ്സ് തമ്മിൽ പോസിബിൾ ആണ്. On heating, a solid usually changes to a liquid and the liquid on further heating changes to gas. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി റിവേഴ്സ് പ്രോസസ് കൂളിംഗിൽ റിവേഴ്സ് പ്രോസസ് നടക്കാൻ പറ്റും. നമ്മൾ പഠിക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. മാറ്റർ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? We have learned that at the macroscopic or bulk level, matter can be classified as mixture or pure substance. Matter നമുക്ക് ബ്രോഡ് ആയിട്ട് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? മിക്സർ അല്ലെങ്കിൽ പ്യൂർ സബ്സ്റ്റൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരു ചാർട്ട് ഉണ്ട്. മാറ്റർ നമുക്ക് മിക്സർ അല്ലെങ്കിൽ പ്യൂർ സബ്സ്റ്റൻസ്. പ്യൂർ സബ്സ്റ്റൻസസ് എങ്ങനെയൊക്കെ ഉണ്ട്? ഒന്നുകിൽ എലമെന്റ്സ് അല്ലെങ്കിൽ അവർ കോമ്പൗണ്ട്സ്. മിക്സർ എന്ന് പറഞ്ഞാൽ മിക്സർ നമുക്ക് 2 തരം ഉണ്ട്, ഹോമോജീനിയസ് മിക്സർ, ഹെറ്ററോജീനിയസ് മിക്സർ. ഇതൊക്കെ എന്താന്ന് നമുക്ക് നോക്കാം. When all constituent particles of a substance are same in chemical nature, it is said to be a pure substance. A mixture contains many types of particles. നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുന്നു, ആ സബ്സ്റ്റൻസിൽ എവിടെ നോക്കിയാലും ഒരേ കെമിക്കൽ നേച്ചർ ഉള്ള സാധനങ്ങളാണ് ഉള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ വാട്ടർ മോളിക്യൂൾ എടുക്കുന്നു, എന്താണ് ഒരു കണ്ടെയ്നർ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വാട്ടർ. ഓക്കെ, പറയും വാട്ടറിന്റെ ഫോർമുല H2 ആണ്. ആ കണ്ടെയ്നറിന്റെ എവിടെ നോക്കിയാലും ഉള്ള വാട്ടറിന്റെ അവിടെ ഉള്ള സാധനത്തിന്റെ കെമിക്കൽ ഫോർമുല H2 തന്നെ ആയിരിക്കും. വെള്ളം തന്നെയാണ് അതിനകത്ത് ഉണ്ടെങ്കിൽ ആ കണ്ടെയ്നറിന് എവിടുന്ന് നമ്മളൊരു മോളിക്യൂൾ എടുത്ത് നോക്കിയാലും അത് H2 മോളിക്യൂൾ തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വിളിക്കുന്നതാണ് ഇത് പ്യൂർ സബ്സ്റ്റൻസസ്. അപ്പൊ അതല്ലെങ്കിൽ വെള്ളം അല്ലാണ്ട് നമ്മള് ഒരു കണ്ടെയ്നർ നമ്മൾ ഗ്യാസ് നിറയ്ക്കുന്നു, ഇപ്പൊ ഹൈഡ്രജൻ ഗ്യാസ് നിറയ്ക്കും, H2 മോളിക്യൂൾ ആണ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്. ആ കണ്ടെയ്നറിന്റെ എവിടെ നിന്ന് നമ്മളൊരു മോളിക്യൂൾ എടുത്ത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിയാലും എന്തായിരിക്കും? അത് H2 മോളിക്യൂൾ ആയിരിക്കും. ഇതിനകത്ത് തന്നെ നമുക്ക് പ്യൂർ സബ്സ്റ്റൻസിൽ 2 ക്ലാസിഫിക്കേഷൻ മനസ്സിലാവും. എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരേ തരമുള്ള ആറ്റംസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് നമ്മൾ എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. വേറെ വേറെ ആറ്റംസ് ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന മോളിക്യൂൾസിന് നമ്മൾ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇവിടെ വായിക്കാം, നോക്കാം. മിക്സറിൽ എന്താണ്? മിക്സറിൽ എന്താണ് ഒരുപാട് തരത്തിലുള്ള പാർട്ടിക്കിൾസ്. ഇപ്പൊ നമ്മൾ കണ്ടെയ്നറിൽ എവിടെ നിന്ന് എടുത്ത് നോക്കിയാലും എല്ലാത്തിൻ്റെ ഒരേ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കത്തില്ല. അതായിരിക്കും മിക്സറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മള് എന്താണ് സോൾഡ് ആയിട്ടുള്ള പൗഡേർഡ് ആയിട്ടുള്ള ഷുഗറും സോൾട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഒരു കണ്ടെയ്നറിലോട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യും. നമ്മള് ആ കണ്ടെയ്നറിന് എവിടെന്നെങ്കിലും എടുത്ത് നമ്മൾ മിക്സ് ചെയ്താൽ നമുക്ക് എന്താണ് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഇത്ര ഭാഗം ഷുഗർ ഇത്ര ഭാഗം സോൾട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയുള്ള എക്സാമ്പിൾ അതാണ് മിക്സർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ തമ്മിലൊരു കോമ്പിനേഷൻ ഇല്ല, കമ്പൈനിങ് ഇല്ല. അതാണ് മിക്സർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A mixture contains particles of 2 or more pure substances which may be present in it in any ratio. അപ്പം ഒന്നിലധികം പ്യൂർ സബ്സ്റ്റൻസസ് ഏത് റേഷ്യോയിലും മിക്സ് ചെയ്താലും നമുക്ക് അതിന് ഒരു മിക്സറിനെ കിട്ടും. Hence their composition is variable. ഇപ്പൊ കോമ്പോസിഷൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ വാട്ടർ മോളിക്യൂൾ എടുത്ത 2 ഹൈഡ്രജൻ ഓക്സിജൻ ഇത് 2 കമ്പൈൻ ചെയ്തായിരിക്കും ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കാം. പക്ഷെ മിക്സറിന്റെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതാണ് their composition is variable എന്ന് പറയുന്നത്. Pure substances forming mixture are called its components. അപ്പം മിക്സർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കോമ്പൗണ്ട്സ് എന്തായിരിക്കും? അവിടെ പ്യൂർ സബ്സ്റ്റൻസ് ആണ്. Many of these substances present around you are mixtures. അപ്പം മിക്സേഴ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. ഏതൊക്കെ? ഷുഗർ സൊല്യൂഷൻ ഇൻ വാട്ടർ, എയർ, ടീ, എക്സെട്ര. നമ്മൾ എയർ എടുക്കുകയാണെങ്കിൽ തന്നെ എന്താ എയറിൽ 72% നൈട്രജൻ, അങ്ങനെ ഗ്യാസിന് ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലേ. അപ്പൊ ഒരു എയർ എന്ന് പറയുന്ന ഒരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ഇപ്പം എയർ എങ്ങനെ എടുത്താലും ഈ സാധനങ്ങൾ തമ്മിൽ നൈട്രജനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ് കോമ്പോസിഷൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എവിടുന്നാണെങ്കിൽ എയർ എടുത്ത് കോമ്പോസിഷൻ നോക്കുമ്പോൾ ഈ ഒരു ഫിക്സ്ഡ് റേഷ്യോ അവിടെ ഉണ്ടാവും.
അല്ലേ? അങ്ങനെയുള്ള മിക്സേഴ്സ് നമ്മൾ ഹോമോജീനിയസ് മിക്സർ എന്ന് വിളിക്കുന്നു. അങ്ങനെ ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ ഇല്ലാത്ത മിക്സേഴ്സിനെ നമ്മൾ ഹെറ്ററോജീനിയസ് മിക്സർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത പറയുന്നത്. എ മിക്സർ മേ ബി ഹോമോജീനിയസ് ഓർ ഹെറ്ററോജീനിയസ്. ഇനി ഹോമോജീനിയസ് മിക്സർ ദി കോമ്പോണൻസ് കംപ്ലീറ്റ്ലി മിക്സ് വിത്ത് ഈച്ച്. അപ്പം ഹോമോജീനിയസ് മിക്സർ ആണെങ്കിൽ ആ കോമ്പോണൻസ് അല്ലെങ്കിൽ പ്യൂർ സബ്സ്റ്റൻസസ് എന്താണ് അവർ തമ്മിൽ ഫുൾ ആയിട്ട് കംപ്ലീറ്റ്ലി മിക്സ് ആവും. ചില പാർട്ടിക്കിൾസ് എടുത്തു വെച്ചിരുന്ന കണ്ടെയ്നറിൽ എന്താണ് ത്രൂ ഔട്ട്ലി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ ആൻഡ് എയർ ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഹോമോജീനിയസ്. ഇപ്പോൾ ഹോമോജീനിയസ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഷുഗർ സൊല്യൂഷൻ ആണ്. അപ്പോൾ ഷുഗർ സൊല്യൂഷൻ എന്താണ് എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ കണ്ടെയ്നറിൽ വെള്ളം നിറയ്ക്കുന്നു, അതിൽ നമ്മൾ ഷുഗർ ഇടുന്നു, എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഷുഗറിനെ മൊത്തം ഡിസോൾവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണെങ്കിൽ നമ്മൾ എന്താണ് ഈ കുറച്ച് വെള്ളം എടുത്ത് നമ്മൾ അതിന്റെ കമ്പോസിഷൻ നോക്കിയാൽ എല്ലായിടത്തും എന്താണ് അതിനകത്തുള്ള ഷുഗറിന്റെ അളവ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇത്ര പെർസെന്റേജ് ആയിരിക്കും അതിനകത്തുള്ള ഷുഗറിന്റെ അളവ് എവിടെ നിന്നാണെങ്കിൽ അതിൽ. അപ്പൊ അങ്ങനെ ഒരു മിക്സറിന്റെ അങ്ങനെ ഒരു മിക്സറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹോമോജീനിയസ് മിക്സറാണ്. പക്ഷെ അതേസമയം നമ്മളിപ്പം ഇതേപോലെ വെള്ളത്തിൽ മണ്ണിട്ട് കലക്കാണ്, സോയിലിട്ട് കലക്കാണ്. നമ്മൾ കലക്കുമ്പോഴേക്കും എല്ലായിടത്തും കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും സെറ്റിലാവും അല്ലേ? അപ്പൊ നമ്മൾ ഇവിടുന്ന് മേലിൽ നിന്ന് വെള്ളം എടുത്താലും താഴെ നിന്ന് വെള്ളം എടുത്താലും അതിനകത്ത് കോമ്പോസിഷൻ സെയിം അല്ല. താഴത്തെ വെള്ളത്തിൽ എന്തായിരിക്കും അതിലൂടെ മണ്ണും കാണും, മേലിൽ എന്തായി ക്ലിയർ ആയി കാണും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മിക്സേഴ്സ് നമ്മൾ വിളിക്കുന്നതാണ് ഹെറ്ററോജീനിയസ് മിക്സർ. In contrast to this, in a heterogeneous mixture, the composition is not uniform throughout and sometimes different components are visible. അപ്പൊ എന്താണ് ഹെറ്ററോജീനിയസ് മിക്സർ ആണെങ്കിൽ അവരുടെ കോമ്പോസിഷൻ സെയിം അല്ല, മാത്രമല്ല ചിലപ്പോൾ പല സ്ഥലത്തും നമ്മൾ എക്സാമിൻ ചെയ്താൽ വേറെ പാർട്ടിക്കിൾസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ മിക്സ്ചേഴ്സ് ഓഫ് സോൾട്ട് ആൻഡ് ഷുഗർ, ഗ്രെയിൻസ് ആൻഡ് പൾസസ്. അപ്പൊ ഇതെല്ലാം എന്താണ് ഹെറ്ററോജീനിയസിന്റെ മിക്സേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇതാണ് ഷുഗറും സോൾട്ടിന്റെ മിക്സർ. വെള്ളത്തിൽ കലക്കിയതല്ല, വെറും സോളിഡ് ആയിരിക്കും സ്റ്റേറ്റിൽ, പൗഡേർഡ് ആയിരിക്കും സ്റ്റേറ്റിൽ നമ്മൾ മിക്സ് ചെയ്താൽ ഹോമോജീനിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പില്ല. ഇന്ന് ഗ്രെയിൻസ് ആൻഡ് പൾസസ്, പലതരം ഗ്രെയിൻസ് പൾസസ് നമ്മൾ മിക്സ് ചെയ്യുന്നു. ഓക്കെ, അവരെല്ലാം ഹെറ്ററോജീനിയസ് മിക്സേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. It is worthwhile to mention here that the components of a mixture can be separated by using physical methods. ഇപ്പൊ എന്താണ് മിക്സേഴ്സിന്റെ കോമ്പൗണ്ട്സ് നമുക്ക് എന്താണ് കുറച്ച് ഫിസിക്കൽ മെത്തേഡ്സ് വഴിയൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ ഫിസിക്കൽ മെത്തേഡ്സ്? സിമ്പിൾ ഹാൻഡ് പിക്കിംഗ്, ഫിൽട്രേഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഇങ്ങനെയുള്ള പ്രോസസ്സിലൂടെയൊക്കെ നമുക്ക് മിക്സേഴ്സിന്റെ കോമ്പൗണ്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പറയുന്നത്. ഓക്കെ, pure substances have characteristics different from mixtures. Constituent particles of pure substances have fixed composition. അപ്പൊ നമ്മൾ പ്യൂർ സബ്സ്റ്റൻസിലെ മിക്സറിന്റെ വ്യത്യാസം എന്താണ്? പ്യൂർ സബ്സ്റ്റൻസിൽ അവരുടെ അതിനകത്തുള്ള ഓരോ പാർട്ടിക്കിളും ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ കാണും. ആ പ്യൂർ സബ്സ്റ്റൻസിലുള്ള ഓരോ മോളിക്യൂളിനും ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോപ്പർ, സിൽവർ, ഗോൾഡ്, വാട്ടർ, ഗ്ലൂക്കോസ്. നമ്മൾ ഗ്ലൂക്കോസ് വാട്ടർ പറഞ്ഞു. ഇപ്പൊ ഗ്ലൂക്കോസ് ആണെങ്കിൽ എന്താ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറയുന്നത് C6H12O6 ആണ്. അതിപ്പോ എവിടെ നിന്നാണെങ്കിലും നമ്മൾ ഗ്ലൂക്കോസ് മോളിക്യൂൾ എടുത്ത് നോക്കിയാൽ അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 6 കാർബൺ, 12 ഹൈഡ്രജൻ, 6 ഓക്സിജൻ. ഇത് മൂന്നും കമ്പൈൻ ചെയ്ത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാവത്തുള്ളൂ. വാട്ടറിന്റെ ആണെങ്കിൽ 2 ഹൈഡ്രജൻ, 1 ഓക്സിജൻ. ഇത് കമ്പൈൻ ചെയ്തേ വാട്ടർ ഉണ്ടാവും. പിന്നെ ഗോൾഡ്, സിൽവർ, കോപ്പർ ഇതൊക്കെ മെറ്റൽസ് ആണ്. ആ മെറ്റലിന്റെ എവിടെ നോക്കിയാൽ ആ മെറ്റൽ മാത്രമേ ഉണ്ടെങ്കിൽ അത് പ്യൂർ സബ്സ്റ്റൻസ് ആണ് നമ്മൾ വിളിക്കും. ഓക്കെ, എലമെന്റ്സ് ആണ് ഇവരൊക്കെ, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. വാട്ടർ, ഗ്ലൂക്കോസ് എന്നൊക്കെ പറയുന്നത് കോമ്പൗണ്ട്സ്. ഗ്ലൂക്കോസിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഗ്ലൂക്കോസിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ട്, ഫിക്സ്ഡ് റേഷ്യോ. പാർട്ടിക്കിൾസ് ആർ ഓഫ് സെയിം കോമ്പോസിഷൻ. മാത്രമല്ല പ്യൂർ സബ്സ്റ്റൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂൻസ് നമുക്ക് സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് വെച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മിക്സ്ചേഴ്സ് പറഞ്ഞു സിമ്പിൾ ഫിസിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഹാൻഡ് പിക്കിംഗ്, ക്രിസ്റ്റലൈസേഷൻ, അങ്ങനെയുള്ള മെത്തേഡ്സ് വഴിയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ പ്യൂർ സബ്സ്റ്റൻസിന്റെ അങ്ങനെ അതിന്റെ എന്താണ് ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിനെ നമുക്ക് ഇതേപോലെയുള്ള മെത്തേഡ്സ് വഴി കനോട്ട് ബി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്യൂർ സബ്സ്റ്റൻസിൽ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് എലിമെന്റ്സും കോമ്പൗണ്ട്സ് ആയിട്ട്. പാർട്ടിക്കിൾസ് ഓഫ് എൻ എലിമെന്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ആറ്റംസ്. എലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൊത്തം സബ്സ്റ്റൻസിൽ ഒരു തരത്തിലുള്ള ആറ്റമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സബ്സ്റ്റൻസിൽ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? എലമെന്റ്സ്.
These particles may exist as atoms or we particles in atoms ആയിട്ടോ molecule ആയിട്ടോ എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ അതിന്റെ ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സാമ്പിൾ ആണ് നേരത്തെ പറഞ്ഞ മെറ്റൽസ് ഒക്കെ, കോപ്പർ, ഗോൾഡ്, സിൽവർ ഒക്കെ. മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഹൈഡ്രജൻ ഗ്യാസ്, ഓക്സിജൻ ഗ്യാസ്, അതൊക്കെ എന്താണ്? മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ സോഡിയം, കോപ്പർ, സിൽവർ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതെല്ലാം എന്താണ്? എലമെന്റ്സിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്. They are all atoms of one. ഇവരുടെ എല്ലാ ആറ്റവും ഒരു ടൈപ്പിലുള്ളതാണ്. പക്ഷെ വാട്ടർ എടുത്താൽ എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ വേറെ വേറെ ആറ്റംസ്. ഇപ്പൊ അതൊരു കോമ്പൗണ്ട്. Some elements such as sodium or copper contains atoms as their constituent particles, whereas in some others the constituent particles are molecules. ചിലതിൽ ആറ്റംസ് ആണ് കോൺസ്റ്റിറ്റ്യൂന്റ് ആയിട്ടുള്ളത്. നമ്മൾ എലമെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. എലമെന്റ്സിൽ ചില മോളിക്യൂൾസ് നോക്കുകയാണെങ്കിൽ അവർ ആറ്റംസ് ആയിട്ട് നിൽക്കും, ചിലത് മോളിക്യൂൾസ് ആയിട്ട് നിൽക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ഗ്യാസസ് H2O2, N2 ഇതെല്ലാം എന്താണ്? മോളിക്യൂൾസ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ മെറ്റൽസ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സോഡിയം, കോപ്പർ ഇവരൊക്കെ ആറ്റംസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആറ്റത്തിന്റെ എക്സാമ്പിൾ ആയിട്ടുണ്ട് ഇവിടെ കുറെ തന്നിട്ടുണ്ട്. പിന്നെ 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഒരു H2 മോളിക്യൂൾ ഉണ്ടാകും. ഇതൊരു മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ്. O2 ഒരു മോളിക്യൂളിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മള് ഈ ചാർട്ട് നമ്മൾ ജസ്റ്റ് പഠിക്കുക, അതിന്റെ ഓരോന്നിന്റെ എക്സാമ്പിൾസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കും. അത് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അടുത്ത when 2 or more atoms of different elements combine together in a definite ratio the molecule of a compound is obtained. ഇപ്പം 2 അതിലധികം ആറ്റംസ് ഒരു ഡെഫിനിറ്റ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സബ്സ്റ്റൻസ് നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. Moreover, the constituents of a compound cannot be separated into കോമ്പൗണ്ട് എലിമെന്റ്സിലായാലും കോമ്പൗണ്ട്സിലായാലും പ്യൂർ സബ്സ്റ്റൻസിലെല്ലാം എന്താണ്? ഫിസിക്കൽ മെത്തേഡ്സ് വഴി അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കെമിക്കൽ മെത്തേഡ്സ് വഴി കോമ്പൗണ്ട്സിലെ കോൺസ്റ്റിറ്റ്യൂവൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇതിൽ കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ് എന്ത്? വാട്ടർ, അമോണിയ, കാർബൺ ഡയോക്സൈഡ്, ഷുഗർ, ഇവർക്കെല്ലാം. അപ്പൊ നമുക്ക് വാട്ടർ നോക്കുകയാണെങ്കിൽ H2O പറഞ്ഞു. അമോണിയ ആണെങ്കിൽ എന്താ? NH3 ആണ്. ഒരു നൈട്രജൻ 3 ഹൈഡ്രജൻ ആയിട്ട് കമ്പൈൻ ചെയ്താണ് അമോണിയ ഉണ്ടാകുന്നത്. കാർബൺ ഡയോക്സൈഡ് എന്താണ്? ഒരു കാർബണും 2 ഓക്സിജൻ കമ്പൈൻ ചെയ്തുകൊണ്ടാണ്. ഷുഗറും അതേപോലെ. ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ C12H22O11 സുക്രോസ് ആണ് ഷുഗർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത the molecules of water and carbon dioxide are represented in figure. അപ്പം വാട്ടറിന്റെ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ഓക്സിജൻ 2 ഹൈഡ്രജനായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായി. CO2 ഒരു കാർബൺ 2 ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് CO2 മോളിക്യൂൾ ഉണ്ട്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു കോമ്പൗണ്ടില് the atoms of different elements are present in a compound in a fixed and definite ratio. ഓരോ കോമ്പൗണ്ടിലെ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്ന ഒരു ഫിക്സ്ഡും ആണ്, ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്യുക. മാത്രമല്ല ഈ റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും. ഓക്കെ, ഇപ്പം CO2 മോളിക്യൂൾ, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞപ്പോൾ CO2 മോളിക്യൂൾ ഒരു കാർബണും 2 ഓക്സിജനും കമ്പൈൻ ചെയ്ത CO2 മോളിക്യൂൾ. ഇപ്പൊ കാർബൺ മോണോക്സൈഡ് പറയാം. കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ ഒരു കാർബണും ഒരു ഓക്സിജനും കമ്പൈൻ ചെയ്തുണ്ടാവുന്നതാണ് CO മോളിക്യൂൾ. ഒരു കോമ്പൗണ്ടിന് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് അതിന് യുണീക്ക് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ. ഓക്കെ, ഓൾസോ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ കോമ്പൗണ്ട് ആർ ഡിഫറെന്റ് ഫ്രം ദോസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ്. ഇപ്പം എലമെന്റ്സ് കമ്പൈൻ ചെയ്യുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ പല ആറ്റംസ് കമ്പൈൻ ചെയ്തുകൊണ്ടാകുന്ന കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ആ അതിനകത്തുള്ള ഒരു ആറ്റത്തിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ആ കോമ്പൗണ്ടിന് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ ഗ്യാസസ്, വേറെ ദി കോമ്പൗണ്ട് ഫോം ദർ കോമ്പിനേഷൻ വാട്ടർ ഇസ് ലിക്വിഡ്. എന്താണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്? ഹൈഡ്രജനും വാട്ടർ ഉണ്ടാകുന്നത് എന്താണ്? ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിൽ കമ്പൈൻ ചെയ്താണ്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്യാസസ് ആണ്. അതുവഴി അത് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലിക്വിഡ് ആണ്. ഓക്കെ, മാത്രമല്ല ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇറ്റ് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട്. ഹൈഡ്രജൻ നമുക്ക് പെട്ടെന്ന് കത്തിക്കാൻ പറ്റും. മാത്രമല്ല ഓക്സിജൻ എന്ന് പറയുന്നത് കമ്പഷന്റെ സപ്പോർട്ടർ ആണ്. പക്ഷെ അത് രണ്ടും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അത് ഫയർ എക്സ്റ്റിംഗ്വിഷർ ആയിട്ട്
ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ അങ്ങനെ അതിന്റെ ഐഡിയ എന്ന് പറയുന്നത് എലമെന്റ്സിന്റെയും അത് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് മെഷർമെന്റ്. ഓക്കെ, physical and chemical properties. Every substance has unique or characteristic properties. ഇപ്പൊ എല്ലാ സബ്സ്റ്റൻസും അതിൻ്റെതായിട്ടുള്ള യുണീക്കും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. These properties can be classified into two categories. ഈ പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്നും കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചാൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒബ്സർവ് ആ സാധനത്തിന്റെ ഐഡന്റിറ്റി മാറ്റാണ്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതാണ് എന്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് കളർ, ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്. അതിനകത്ത് ഇതൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ആ സബ്സ്റ്റൻസിന്റെ ഒന്നും മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അതിന് എന്തൊരു റിയാക്ഷൻ നടത്തണം. ആ സാധനത്തിൽ ഒരു റിയാക്ഷൻ നടത്തിയാലേ നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കാൻ പറ്റും. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ ആണ് കളർ, ഓർഡർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി ഒക്കെ. കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ എക്സാമ്പിൾ ആണ് കോമ്പോസിഷൻ. ഇതെല്ലാം നമുക്ക് ഒരു എക്സ്പെരിമെന്റ് അതിൽ മേലിൽ നടത്താണ്ട് അതിന്റെ പ്രോപ്പർട്ടി നമുക്ക് ഈ പ്രോപ്പർട്ടീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കോമ്പോസിഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ഐറ്റംസിന്റെ റിയാക്ഷൻ കമ്പൈൻ ചെയ്യുന്നുണ്ടോ നോക്കണം. കമ്പോസ്റ്റബിലിറ്റി ആണെങ്കിൽ നോക്കണമെങ്കിൽ നമ്മൾ കത്തിച്ച് നോക്കണം. റിയാക്ടിവിറ്റി വിത്ത് ആസിഡ് ആൻഡ് ബേസസ്, ഇതൊക്കെ അറിയാൻ വേണ്ടി ആ റിയാക്ഷൻസ് നടത്തിയാലേ നമുക്ക് ഈ പ്രോപ്പർട്ടീസ് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് നമ്മൾ വിളിക്കുന്നതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ക്യാൻ ബി മെഷർഡ് ഓർ ഒബ്സർവ്ഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദി ഐഡന്റിറ്റി ഓർ ദി കോമ്പോസിഷൻ ഓഫ് ദി സബ്സ്റ്റൻസ്. അതിന്റെ കോമ്പോസിഷനോ ഐഡന്റിറ്റിയോ മാറ്റാണ്ട് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് അതിന് നമ്മൾ വിളിക്കുന്നതാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. The measurement of observation of chemical properties require a chemical change to occur. അപ്പോൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവണം, എന്നാലും നമുക്ക് ആ പ്രോപ്പർട്ടീസ് ഒബ്സർവ് ചെയ്യാൻ പറ്റും. മെഷർമെന്റ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡസ് നോട്ട് റിക്വയർ occurrence ഓഫ് എ കെമിക്കൽ ചേഞ്ച്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാൻ വേണ്ടി ഒരു കെമിക്കൽ ചേഞ്ചിന്റെ ആവശ്യമില്ല. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. Chemists describe, interpret and predict the behavior of substances on the basis of knowledge of their physical and chemical properties, which are determined by careful measurement and experimentation. ഓരോ സബ്സ്റ്റൻസും ഒരു റിയാക്ഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ പ്രോപ്പർട്ടീസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യും, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കുന്നത് measurement of physical properties. Quantitative measurement of properties is required for scientific investigation. ഇപ്പൊ നമുക്കൊരു എക്സ്പെരിമെന്റ് നടത്തി എല്ലാത്തിനും ചെയ്യണമെങ്കിൽ എന്താ, നമ്മൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒരു സാധനത്തിന് വേറെ സാധനമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഈ രണ്ട് സാധനത്തിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അളക്കാൻ വേണ്ട ഒരു മെഷർമെന്റ് ടൂൾ ആവശ്യമുണ്ടല്ലേ. അപ്പൊ അതിനുള്ള ഓരോ ടൂൾസ് നമുക്ക് നോക്കാം. മെനി പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ സച്ച് ആസ് ലെങ്ത്, ഏരിയ, വോളിയം ആർ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ. Any quantitative observation or measurement is represented by a number followed by units in which it is measured. അപ്പൊ നമുക്ക് ലെങ്ത്, ഏരിയ, വോളിയം എന്നൊക്കെ പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റുന്ന സാധനത്തിന്റെ അളക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം അത് അളക്കാൻ വേണ്ടി നമ്മൾ എന്താ, അതിന്റെ അളവിന്റെ ഒരു വാല്യൂ കിട്ടിയിട്ട് നമ്മൾ അതിന് ശേഷം ഒരു യൂണിറ്റ് എടുക്കും അല്ലേ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പം ഒരു ലെങ്ത്, ഒരു റൂമിന്റെ ലെങ്ത് നമുക്ക് 6 മീറ്റർ ആയിട്ട് പറയാം. ഈ 6 എന്ന് പറയുന്നതാണ് ക്വാണ്ടിറ്റി, മീറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പം നമ്മൾ ആ ലെങ്ത് അളക്കാൻ ഉപയോഗിച്ച യൂണിറ്റ് നമ്മൾ വിളിച്ചാണ് മീറ്റർ. അപ്പൊ മാത്രമല്ല നമുക്ക് 6 മീറ്ററിനൊക്കെ വേറെ ആയിട്ട് 600 സെന്റിമീറ്റർ ആയിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ല, അപ്പൊ ഈ നമ്പർ നമുക്ക് എന്താ 600 എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ആ യൂണിറ്റ് ഇട്ടാലേ നമ്മൾ ഉപയോഗിച്ച യൂണിറ്റ് എന്താണ്, ക്വാണ്ടിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. വേറെ ഒരു നമ്പർ ഇട്ടാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, there are two different systems of measurement, that is the English system and the metric system, were being used in different parts of the world. അപ്പം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന SI സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് എന്താണ്, 2 തരം സിസ്റ്റംസ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് സിസ്റ്റവും മെട്രിക് സിസ്റ്റവും. The metric system, which originated in France in late 18th century, was more convenient based on decimal system.
മെട്രിക് സിസ്റ്റം എന്നാൽ ഫ്രാൻസിൽ പണ്ട് ഉപയോഗിച്ചത് 18th സെഞ്ചുറിയിൽ ഫ്രാൻസിൽ ഉപയോഗിച്ചിട്ടുള്ള സിസ്റ്റമാണ്. പിന്നെ ഇത് രണ്ടും മാറ്റിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് സിസ്റ്റം കൊണ്ടുവന്നു. അതാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം നമ്മൾ IS എന്നായിരുന്നു എഴുതേണ്ടി വരുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് SI എന്ന് വരുന്നതിന്റെ ചോദ്യം വരും. എന്താണ് SI എന്ന് പറഞ്ഞാൽ? കാരണം SI എന്ന് പറയുന്നത് അതിന്റെ ഫ്രഞ്ച് നെയിമിൽ നിന്ന് എടുത്താ. ഇന്റർനാഷണൽ സിസ്റ്റം ഫ്രഞ്ചിൽ എങ്ങനെയാണ് പറയുന്നത്? സിസ്റ്റം ഇന്റർനാഷണൽ, അതിൽ നിന്നാണ് SI വന്നത്. ഇപ്പൊ SI യൂണിറ്റ്സ് എന്താണ് വരുന്നത്? ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും അത് അളക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൊടുക്കുന്നു. അതാണ് SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് തരുന്നത്. ഇപ്പൊ SI സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ നമുക്ക് 7 ബേസ് യൂണിറ്റും ഉണ്ട്. ആ 7 ബേസ് യൂണിറ്റ് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. ഓക്കെ, ഈ ബേസ് യൂണിറ്റും ഡിറൈവ് യൂണിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്കിവിടെ ഒരു ബേസ് യൂണിറ്റ് ആണ് ക്വാണ്ടിറ്റിയാണ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലെങ്ത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതൊരു ബേസ് ക്വാണ്ടിറ്റി ആണ്. ഇതിൽ നിന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ് എന്തൊക്കെ? ഈ ബേസ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ഡിറൈവ് ചെയ്ത ക്വാണ്ടിറ്റീസ് ആണ് ഏത്? ഏരിയയും വോളിയവും അല്ലേ? ഏരിയ നമ്മൾ ഇപ്പൊ ലെങ്ത് നമ്മൾ മീറ്ററിലാണ് പറയുന്നതെങ്കിൽ ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയറിലാണ് പറയുന്നത്, വോളിയം നമ്മൾ മീറ്റർ ക്യൂബിലാണ് പറയുന്നത്. അപ്പൊ അതാണ് ബേസ് യൂണിറ്റ് ഡിറൈവ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പൊ എന്താണ് ഈ ബേസ് യൂണിറ്റ്സ്? ദീസ് പെർട്ടൈൻ ടു ദി 7 ഫണ്ടമെന്റൽ സയന്റിഫിക് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ സയന്റിഫിക് ക്വാണ്ടിറ്റീസ് SI സിസ്റ്റം പ്രകാരമുള്ള 7 ഫണ്ടമെന്റൽ സയന്റിഫിക് ക്വാണ്ടിറ്റി വിളിക്കുന്നതാണ് എന്ത്? ബേസ് ക്വാണ്ടിറ്റീസ് നമ്മൾ വിളിക്കുന്നത്. ബാക്കിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്? സ്പീഡ്, വോളിയം, ഡെൻസിറ്റി, ഇതെല്ലാം നമ്മൾ ഈ ബേസ് ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ആ 7 ക്വാണ്ടിറ്റീസ് ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അടുത്തത് ലെങ്ത് ആണ്. അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ L വെച്ച് ഡിനോട്ട് ചെയ്യും. അതിന്റെ SI യൂണിറ്റ് മീറ്റർ, ആ യൂണിറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് M. മാസിന്റെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ എല്ലാത്തിന്റെ സിമ്പിളും അതിന്റെ SI യൂണിറ്റും ആ SI യൂണിറ്റിന്റെ സിമ്പിൾ ഇത് എന്തായാലും അറിഞ്ഞിരിക്കും. ഓക്കെ, ഏതൊക്കെയാണ് ക്വാണ്ടിറ്റീസ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇത് ഈ 7 എണ്ണമാണ് ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിന്റെ എല്ലാം സിമ്പിൾ ആണ് L, M, T, I, ക്യാപിറ്റൽ T, സ്മോൾ n, I ഒക്കെ. ഇപ്പൊ ലെങ്ത്തിന്റെ മീറ്റർ, മാസിന്റെ കിലോഗ്രാം, ടൈമിന്റെ സെക്കൻഡ്, കറന്റിന്റെ ആംപിയർ, ടെമ്പറേച്ചറിന്റെ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ മോൾ, ലൂമിനസ് ഇന്റൻസിറ്റിയുടെ കാൻഡല. ഇത്രയും SI യൂണിറ്റ്സ് ക്വാണ്ടിറ്റീസും അതിന്റെ SI യൂണിറ്റ്സും അറിഞ്ഞിരിക്കും. ഓരോ SI യൂണിറ്റിന്റെയും ഡെഫിനിഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. അത് യൂണിറ്റ് ഓഫ് ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്ന L വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന SI യൂണിറ്റ് മീറ്റർ ആണ്. SI യൂണിറ്റിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് സ്മോൾ m ആണ്. The meter symbol M is the SI unit of length. It is defined by taking the fixed numerical value speed of light in vacuum. അപ്പം മീറ്ററിന് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? നമുക്കറിയാം സ്പീഡ് ഓഫ് ലൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് 299.79248. ഓക്കെ, ഇതാണ് സ്പീഡ് ഓഫ് ലൈറ്റ്. എന്ന് വെച്ചാൽ എന്താണ്? ഇത്രയും മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്. സ്മോൾ c വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ലൈറ്റ് ഇത്രയും മീറ്റർ ട്രാവൽ ചെയ്യും. ഒരു മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1/299.79245. ഇത്രയും സമയം കൊണ്ട് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒരു മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ലെങ്ത്തിന്റെ SI യൂണിറ്റിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതാണ്
അപ്പൊ അങ്ങനെ ഓരോന്നിനും ഓരോ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ടിന്റെ, ടെമ്പറേച്ചറിന്റെ സബ്സെപ്പം ഓരോന്നിനും ഓരോന്നും കൊടുത്തിട്ടുണ്ട്. SI system allows the use of prefixes to indicate the multiplies or submultiplies of a unit. അപ്പൊ കുറച്ച് പ്രീഫിക്സസ് ആണ് നമ്മൾ പഠിക്കാറുണ്ട്. നമുക്ക് നോക്കാം. 10⁻⁻². ഇപ്പൊ ഇതാണ് പ്രീഫിക്സ് ടേബിൾ ടെക്സ്റ്റ് തന്നേക്കുന്നത്. 10⁻24 നമ്മൾ യോക്ടോ എന്ന് വിളിക്കുന്നു. 10⁻21 സെപ്റ്റോ, -18 അറ്റോ, -15 ഫെംറ്റോ, -12 പൈക്കോമീറ്റർ, പൈക്കോ, 10⁻9 നാനോ, -6 മൈക്രോ, -3 മില്ലി, -2 സെന്റി, ഡെസി, ഡെക്ക, ഹെക്ടോ, കിലോ, മെഗാ, ജിഗ, ടെറ, അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ ഡെസിമൽസ്, എന്താണ് വലിയ വാല്യൂസും ചെറിയ വാല്യൂസും വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പ്രീഫിക്സ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഈ 10⁻−18 തൊട്ട് -15 തൊട്ട് 10⁻9 വരെയെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കാം. ഇത്രയെങ്കിലും നമ്മൾ കോമൺലി പ്രോബ്ലംസിലൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. ഇത്രയും സാധനങ്ങളെങ്കിലും മിനിമം അറിഞ്ഞിരിക്കുക. ഓരോന്നിന്റെ പ്രീഫിക്സ് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത് ഇഷ്ടം അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. മാസ് ഓഫ് എ സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ഇറ്റ്. ഇപ്പൊ എന്താണ് ഒരു സബ്സ്റ്റൻസിൽ എത്ര മാറ്റർ ഉണ്ട്, എമൗണ്ട് ഓഫ് മാറ്റർ നമ്മൾ വിളിക്കുന്നതാണ് മാസം. ഇപ്പൊ വെയിറ്റ് എന്താണ്? വെയിറ്റ് എന്ന് വെച്ചാൽ മാസ് അണ്ടർ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. സത്യത്തിൽ നമ്മൾ വെയിറ്റ് കൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ അളക്കുന്ന വെയിങ് മെഷീനിലൊക്കെ നമ്മൾ അളക്കുന്ന സത്യത്തിൽ നമ്മൾ മാസ് അല്ല അളക്കുന്നത്, വെയിറ്റ് ആണ്, ഫോഴ്സ് ആണ് അളക്കുന്നത് വെയിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. While weight is the force exerted by the gravity on an object. അപ്പൊ നമുക്കറിയാം F = ഫിസിക്സ് പഠിക്കുന്നതാണ് F = ma ആണ് അല്ലെ, മാസിന്റെ ആക്സിലറേഷൻ ആണ് ഫോഴ്സ്. നമുക്കൊരു മാസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു 70 കിലോ ഉള്ള ഒരു ആള്, ഓക്കെ, വെയിങ് മെഷീനിൽ നമ്മൾ ഭൂമിയിൽ നമ്മൾ സർഫസിൽ നിന്ന് 70 കിലോ ഉള്ള ഒരാള് 70 കിലോ ഭാരമുണ്ടെന്ന് കണ്ടെത്തി. എന്താണ് വെയിങ് മെഷീനിൽ കയറുന്ന 70 kg ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ സത്യത്തിൽ അയാളുടെ മാസ് എന്ന് പറയുന്നത് 70 kg അല്ല. സത്യം ഈ 70 എന്ന് പറയുന്നത് ഇവിടെ kg അല്ല, ഇതൊരു മിസ്നോമർ ആണ്, ഇതൊരു ന്യൂട്ടൺ ആണ്. കാരണം അയാളുടെ യഥാർത്ഥ മാസ് എന്ന് പറയുന്നത് നമ്മൾ എക്സാക്ട് എടുത്താൽ അത് ഇൻറ്റു എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതാണ് നമുക്ക് കിട്ടുന്ന 70 kg എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ യഥാർത്ഥത്തിലുള്ള മാസ് 70 നമ്മൾ ജി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ മാസ് കിട്ടുന്നത്. അപ്പൊ അതാണ് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ഓക്കെ, okay. The mass of a substance is constant, whereas its weight may vary from one place to another due to change in gravity. ഇപ്പം മാസ് എന്ന് പറയുന്നത് സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ആ സബ്സ്റ്റൻസിൽ എത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ടോ അത് തന്നെയായിരിക്കും അതിന്റെ മാസ് എന്ന് പറയുന്നത്. പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഓരോ സ്ഥലത്തെയും ജി വാല്യൂ മാറുന്ന ചെയ്യും. നമുക്കറിയാം എർത്തിൽ തന്നെ ഇക്വേറ്ററിലും പോൾസിലും ഒക്കെ ഓരോ സ്ഥലത്തും ഓരോ വാല്യൂ ഓഫ് ജി ആണുള്ളത്. അപ്പൊ അതനുസരിച്ച് ആൾക്കാരുടെ വെയിറ്റും മാറിക്കൊണ്ടിരിക്കും. The mass of a substance can be determined accurately in the laboratory by using an analytical balance. Mass of substance അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ് ഡിവൈസ് ആണ് അനാലിറ്റിക്കൽ ബാലൻസ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ പടം. Okay. The SI unit of mass is given table 1 is kilogram. അപ്പം മാസിന്റെ SI unit പറയുന്നത് കിലോഗ്രാം ആണ്. However, its fraction named as gram is used in laboratories due to smaller amount of chemicals. നമ്മൾ ലാബിലൊക്കെ നമ്മൾ കിലോഗ്രാം അല്ല ഉപയോഗിക്കുന്ന, ഗ്രാം ആണ്. അത്രയും ചെറിയ ക്വാണ്ടിറ്റീസിലുള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ എക്സ്പെരിമെന്റ്സ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത വോളിയം. Volume is the amount of space occupied by a substance. ഒരു സബ്സ്റ്റൻസ് എത്ര വോളിയം ഒക്യുപ്പൈ, എന്താണ് സ്പേസിൽ എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടോ, എത്ര സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടോ, അതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്.
It has the units of length cube. എന്താണ് അപ്പം യൂണിറ്റ്സ് ഓഫ് ലെങ്ത് എന്താണ് റേസ് ടു 3 ആണ്. അപ്പൊ അതിന്റെ SI യൂണിറ്റ് നോക്കുമ്പോൾ എന്തായിരിക്കും മീറ്റർ ക്യൂബ്. ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പൊ മീറ്റർ ക്യൂബ് ആയിരിക്കും അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. So in SI system, volume has the units of meter cube. But again, in chemistry laboratory, smaller volumes are ലാബിൽ നമുക്ക് മീറ്റർ ക്യൂബിലുള്ള വോളിയംസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റും. മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 ലിറ്റർ വരുന്നുണ്ട്. ഈ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. ഓരോ ലിറ്റർ എന്ന് പറയുന്നത് എന്താണ് 1000 ml ആണ്. ml നമുക്ക് സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. ഓക്കെ, ഹെൻസ് വോളിയം ഈസ് ലാബിലുള്ള നമുക്ക് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ് കൂടുതൽ നമ്മൾ സെന്റിമീറ്റർ ക്യൂബിലോ DM ക്യൂബിലോ ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. കോമൺ യൂണിറ്റ് ലിറ്റർ വിച്ച് ഇസ് നോട്ട് ആൻ SI യൂണിറ്റ് യൂസ് ഫോർ മെഷർമെന്റ് ഓഫ് വോളിയം. ഇപ്പം ലിറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് നമ്മൾ SI യൂണിറ്റിലുള്ള എല്ലാ നമുക്ക് വോളിയം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ്. ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 ml ആണ്. ഇത് 1000 സെന്റിമീറ്റർ ക്യൂബ്. ഒരു 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് ഒരു DM. വോളിയം എക്സ്പ്രസ് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ വേണ്ടി തന്നേക്കുന്ന ഒരു ഡയഗ്രാം ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള ഓരോ ക്യൂബിന്റെയും ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 × 1 ആണ്. 1 സെന്റിമീറ്റർ × 1 സെന്റിമീറ്റർ ആണ്. അപ്പം 10 സെന്റിമീറ്റർ ആണ് ഒരു DM. അതിനകത്തുള്ള ഓരോ ക്യൂബിന്റെയും വോളിയം എന്തായിരിക്കും? അതാണ് ഒരു സെന്റിമീറ്റർ ക്യൂബ് 1 mm. അപ്പൊ നമുക്ക് ഓരോ സൈഡിലും 10 × 10 ഉണ്ട്. അപ്പൊ ഇത് മൊത്തത്തില് 1000 ക്യൂബ് ഉണ്ട്. അപ്പൊ 1000 സെന്റിമീറ്റർ ക്യൂബ് ഉണ്ട്. ഇത് 1000 സെന്റിമീറ്റർ ക്യൂബാണ് 1000 ml. അതാണ് ഒരു DM ക്യൂബ്. അത് തന്നെയാണ് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, in the laboratory, the volume of liquids or solutions can be measured by graduated cylinder, burette, pipette, etc. നമ്മൾ ലാബിൽ എന്താണ് വോളിയം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന apparatus ആണ് ഇതൊക്കെ. സിലിണ്ടർ, burette, pipette ഒക്കെ. Volumetric flask is used to prepare a non-volume of a solution. അപ്പോൾ volumetric flask ആണ് ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. ഇത്ര വോളിയം ഉള്ള ഒരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന apparatus ആണ് എന്ത് വോളിമെട്രിക് ഫ്ലാസ്ക് എന്ന് പറയുന്നത്. അതിനെല്ലാം ഡയഗ്രം തന്നിട്ടുണ്ട്. ബ്യൂററ്റ്, പിപ്പറ്റ്, ഗ്രാജുവേറ്റഡ് സിലിണ്ടർ, വോളിമെട്രിക് ഫ്ലാസ്ക്. അത് നമുക്ക് പറയാനുള്ളത് ഡെൻസിറ്റി ആണ്. അപ്പൊ എന്താണ് ഡെൻസിറ്റി? കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പൊ പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റീസ്, മാസും വോളിയം. വോളിയം എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അത് വെച്ച് ഡിറൈവ് ചെയ്യുന്ന വേറെ ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. ഇപ്പൊ മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. എന്താണ് ഡെൻസിറ്റി? യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് അതാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി എമൗണ്ട് ഓഫ് മാസ് പെർ യൂണിറ്റ് വോളിയം. സോ SI യൂണിറ്റ് ഓഫ് ഡെൻസിറ്റി ക്യാൻ ബി ഒബ്റ്റൈൻഡ് as ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എങ്ങനെ കിട്ടുക? SI യൂണിറ്റ് ഓഫ് മാസ് ബൈ SI യൂണിറ്റ് ഓഫ് വോളിയം. SI യൂണിറ്റ് ഓഫ് മാസ് ആണ് കിലോഗ്രാം ആണ്. വോളിയത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്. അപ്പം ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്താവും? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദിസ് യൂണിറ്റ് ഈസ് ക്വൈറ്റ് ലാർജ് അല്ലേ? ഈ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് വലിയൊരു യൂണിറ്റ് ആണ്. ഒരു മീറ്റർ ക്യൂബിൽ എത്ര കേജ് ഉണ്ടെന്നുള്ളതാണ്. മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം 1000 ലിറ്റർ ഒക്കെ വരുന്ന വോളിയം ഉണ്ട്. അത്രയും വലുതായതുകൊണ്ട് നമ്മൾ ചെറിയ യൂണിറ്റ് ആണ് ലാബിൽ ഉപയോഗിക്കുക. എന്താണ്? ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടെൽസ് us about how closely its particles are packed. അല്ലേ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര അടുത്തടുത്താണ് അതിന്റെ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ട ഒരു ക്വാണ്ടിറ്റിയാണ്. ഡെൻസിറ്റി കൂടുതൽ വെച്ചാൽ അത്രയും അടുത്തടുത്തായിരിക്കും അതിന്റെ പാർട്ടിക്കിൾസ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നമ്മൾ 3 സ്കെയിൽസ് ഉപയോഗിക്കാറുണ്ട്. സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. There are 3 common scales to measure temperature. ഓക്കെ, അല്ല കെൽവിൻ സ്കെയിലാണ് SI യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, കെൽവിൻ സ്കെയിലിൽ നമുക്ക് ടെമ്പറേച്ചർ സാധാരണ നമ്മൾ അല്ലാണ്ട് ടെമ്പറേച്ചർ പറയുന്നത് ഡിഗ്രി, ഇവിടെ ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ടെമ്പറേച്ചർ പറയുന്നത്. അതിന്റെ കൺവേർഷൻ എന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ്.
പറയുന്നത് എന്താണ് 273 കെൽവിൻ. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 373 73.15 ഉണ്ട്. അപ്പൊ നമ്മള് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിൻ ആക്കാൻ എന്ത് ചെയ്യണം? ഇപ്പൊ കെൽവിൻ എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15 അതായിരിക്കും കെൽവിന്റെ ആക്കാനുള്ള കൺവേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൽഷ്യസ് സ്കെയിലാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ അളക്കുന്നത് 0 to 100 ആണ്. കാരണം 0 എന്ന് പറയുന്നത് ഫ്രീസിംഗ് പോയിന്റും 100 എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റും ആണ്. ഫാരൻഹൈറ്റ് സ്കെയിൽ റെപ്രസെന്റഡ് ബിറ്റ്വീൻ 32 and 212. ഇപ്പൊ ഫാരൻഹൈറ്റ് സ്കെയിൽ ഉള്ളത് 32 തൊട്ട് 212 വരെയാണ്. ഫാരൻഹൈറ്റും ഡിഗ്രി സെൽഷ്യസും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ റിലേഷൻ എന്താണ്? സി പ്ലസ് 30. ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ തന്നാൽ അത് ഫാരൻഹൈറ്റിലാക്കാൻ ഈ ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഇറ്റ്സ് ഈക്വൽ ടു 9/5 C plus 30. ഓക്കെ, it is interesting to note that the temperature below 0 degrees Celsius are possible in Celsius scale, but in Kelvin scale, negative temperature is not possible. ഇപ്പൊ എന്താണ് പറയുന്നത്? നമ്മുടെ സെൽഷ്യസ് സ്കെയിലിൽ 0ക്ക് താഴെയുള്ള ടെമ്പറേച്ചേഴ്സ് നമുക്ക് അളക്കാൻ പറ്റും, പക്ഷെ കെൽവിൻ സ്കെയിലിൽ അതിനുള്ള സ്കോപ്പില്ല. ഇപ്പൊ നമ്മൾ 3 സ്കെയിൽസ് നോക്കാം. ഓരോന്നിന്റെയും അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അറിഞ്ഞിരിക്കുക. ഫ്രീസിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. കെൽവിൻ സ്കെയിലാണെങ്കിൽ 273.15 373 ആണ്. സെൽഷ്യസ് സ്കെയിലിൽ 0യും 100ഉം ആണ്. ഫാരൻഹൈറ്റ് സ്കെയിലിൽ 32ഉം 212 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് അൺസർട്ടനിറ്റി ഇൻ മെഷർമെന്റ്. Many times in the study of chemistry, one has to deal with experimental data as well as theoretical calculations. There are meaningful ways to handle the numbers conveniently and present the data realistically with respect to the extent possible. നമുക്ക് ഓരോ വാല്യൂസ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് തിയറിറ്റിക്കൽ ഡാറ്റ നമ്മൾ എക്സ്പെരിമെന്റ് ആകുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇനി അടുത്ത് പഠിക്കുന്ന സിഗ്നിഫിക്കന്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പറയുന്നത്. അപ്പൊ അതിന് പഠിക്കുന്നതിന് നമുക്ക് ഈ റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്നാണ്. അപ്പൊ എന്താണ് റെഫറൻസ് സ്റ്റാൻഡേർഡ്? നമ്മൾ ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുന്നു. ഒരു മീറ്റർ എന്താണ്? ലോകത്ത് എല്ലായിടത്തും 1 മീറ്റർ എന്ന് പറയുന്നത് ഒരേ ലെങ്ത് ആവണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വെക്കും. അപ്പൊ അങ്ങനെ വെക്കുന്ന സ്റ്റാൻഡേർഡിനെ നമ്മൾ പറയുന്നതാണ് റെഫറൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ അതാണ് ഇവിടെ പറഞ്ഞു. ആഫ്റ്റർ ഡിഫൈനിങ് എ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് സച്ച് ആസ് ദ കിലോഗ്രാം ഓർ ദ മീറ്റർ, സയന്റിസ്റ്റ് അഗ്രി ടു ഓൺ റെഫറൻസ്. ഓരോ യൂണിറ്റ് ഓഫ് മെഷർമെന്റേയും ഡിഫൈൻ ചെയ്തിട്ട് അതിനൊരു റെഫറൻസ് സ്റ്റാൻഡേർഡ് വെക്കുന്നത് സയൻസ് അഗ്രി ചെയ്യും. എന്തിനാണ്? എല്ലാ മെഷറിംഗ് ഡിവൈസിനെ നമ്മൾ അത് വെച്ച് കാലിബ്രേറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു kg മാസ് ഉള്ള ഒരു സാധനത്തിന് ഏതൊരു ഡിവൈസിൽ വെച്ചാലും 1 kg തന്നെ കിട്ടണം. ഇപ്പൊ മെഷറിംഗ് ഡിവൈസ് എല്ലാം അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ റിലയബിൾ മെഷർമെന്റ് കിട്ടിയിട്ട് എല്ലാ ഡിവൈസും എന്താണ് മീറ്റർ, സ്റ്റിക്ക്, അനാലിറ്റിക്കൽ ബാലൻസ് എല്ലാം ഈ മെഷറിംഗ് ഡിവൈസ് എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ് വെച്ചാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ മാസ് സ്റ്റാൻഡേർഡ്, മാസിന്റെ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്താണ്? പ്ലാറ്റിനം ഇറീഡിയം സിലിണ്ടർ ആണ്. അത് എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് ജാർ അറ്റ് ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ഫ്രാൻസില് അവിടെ ഒരു എന്താണ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പ്ലാറ്റിനം ഇറീഡിയം സിലിണ്ടർ 1 kg ഭാരമുള്ള പ്ലാറ്റിനം ഇറീഡിയം സിലിണ്ടർ അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ 1 kg ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് പ്ലാറ്റിനം ഇറീഡിയം ഉപയോഗിച്ചത്? കാരണം പ്ലാറ്റിനം ഇറീഡിയം എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റന്റ് ടു കെമിക്കൽ അറ്റാക്ക് ആണ്. ഇപ്പൊ കെമിക്കൽ അറ്റാക്ക് ഉണ്ടായാൽ എന്താണ്? കൊറോഷൻ ഇതൊക്കെ സംഭവിച്ച്
വെയിറ്റ് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് പ്ലാറ്റിനം ഇറേഡിയം എന്ന് പറയുന്നത് ഹൈലി റെസിസ്റ്റന്റ് കെമിക്കൽ അറ്റാക്ക് ആണ്. മാത്രമല്ല ഇതിന്റെ മാസ് ഒരുപാട് നാളത്തേക്ക് ചേഞ്ച് ചെയ്യത്തേ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റിനം. ഇപ്പൊ അതാണ് റെഫറൻസ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ ക്വാണ്ടിറ്റിയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റെഫറൻസ് സ്റ്റാൻഡേർഡ് വെക്കും. എന്തിന്? അത് ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി ഒരു ഡിവൈസ് ഉണ്ടാക്കും, അത് കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ്. ഓക്കെ, എന്താണ് അടുത്ത പഠിക്കാനുള്ള സയന്റിഫിക് നൊട്ടേഷൻ? എന്താണ് സയന്റിഫിക് നൊട്ടേഷൻ? ആസ് കെമിസ്ട്രി ഇസ് എ സ്റ്റഡി ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് which have extremely low masses and are present in extremely large numbers. നമുക്ക് കെമിസ്ട്രിയിൽ എന്താണ് ആറ്റംസിനും മോളിക്യൂൾസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആറ്റംസിന്റെ സൈസ് എന്നൊക്കെ പറയുന്നത് അത്രയും ചെറിയ ക്വാണ്ടിറ്റീസ് ആണ്. മാത്രമല്ല ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്താൽ അതിനകത്ത് അത്രയും നമ്പർ ഓഫ് ആറ്റംസും മോളിക്യൂൾസും പ്രസന്റ് ആണ്. അപ്പൊ അത് അത്രയും വലിയ നമ്പേഴ്സ്, അപ്പൊ അത്രയും ചെറിയ നമ്പേഴ്സും അത്രയും വലിയ നമ്പേഴ്സും നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് കെമിസ്ട്രിയിൽ. 2 ഗ്രാം ഹൈഡ്രജൻ ഗ്യാസിൽ നമുക്ക് ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ മാസ് എന്ന് പറയുന്നത് ഇത്രയും ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എന്ന് പറയുന്നത്. സിമിലർലി അതർ കോൺസ്റ്റൻസ് പ്ലാങ്ക് കോൺസ്റ്റന്റ്, സ്പീഡ് ഓഫ് ലൈറ്റ്, ചാർജസ്, പാർട്ടിക്കിൾസ് എല്ലാത്തിലും ഇത്രയും നമ്പേഴ്സ് വരുന്നുണ്ട് ഓരോന്നിലും. അപ്പൊ ഇങ്ങനെ ഇത്രയും വലിയ നമ്പേഴ്സ് നമുക്ക് ഓരോ പ്രോബ്ലത്തിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതെല്ലാം നമുക്കൊന്ന് എത്ര ഡിജിറ്റ്സ് വരെ നമുക്ക് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന സാധനമാണ് സയന്റിഫിക് നൊട്ടേഷൻ. അപ്പൊ ഏതൊരു വാല്യൂവിനെ അതിന്റെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ വെച്ച് നമ്മൾ കാണിക്കുന്നു. ഫോർ എക്സാമ്പിൾ n × 10⁻⁻⁴ എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 232.508 നമുക്ക് 2.3258 × 10⁻² എന്ന് എഴുതാം സയന്റിഫിക് നൊട്ടേഷൻ. അതേപോലെ ഈ 0.0016 നമുക്ക് 1.6 ഇൻറ്റു എത്ര ഡെസിമൽ മാറ്റി ഇവിടെ 4 ഡെസിമൽ നമ്മൾ ജമ്പ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് 10⁻⁴ കിട്ടും. ഓക്കെ, എല്ലാത്തിനെയും ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നതിനുണ്ട്. അതിനെയാണ് നമ്മൾ എന്താണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഡിജിറ്റ്സ് സിഗ്നിഫിക്കന്റ് ആയിട്ട് കുറച്ച്. ഇവിടെ എത്ര നമുക്ക് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6. അത് നമുക്ക് ഇത്രയും ചെറിയൊരു വാല്യൂ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എഴുതിയാണ് നമുക്ക് എളുപ്പമൊന്ന് മനസ്സിലായി. While performing mathematical operations on numbers expressed in scientific notation, the following points have to be kept in mind. അപ്പൊ ഇങ്ങനെ സയന്റിഫിക് നൊട്ടേഷൻ എഴുതുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? ഒന്നാമത്തെ കാര്യം മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. These two operations follow the same rules, are therefore exponential numbers. That is, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണെങ്കിൽ എന്താണ് നമ്മളിപ്പം രണ്ട് ഇതേപോലെ സയന്റിഫിക് നൊട്ടേഷൻ എടുത്തു. എക്സ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലാണ്ട് നമ്പേഴ്സിനെ നമ്മൾ സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ ആണെങ്കിൽ നമ്മൾ 5.6 × 6.9 ചെയ്യുന്നു, പിന്നെ 10⁻⁵ 10⁻8 ചെയ്യുന്നു. 10⁻⁵ 10⁻8 എന്താണ്? a⁻m × a⁻n എന്ന് പറയുന്നത് എന്താണ്? a⁻m + n ആണ്. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് വേറെ എക്സ്പോണൻഷ്യൽ വാല്യൂ തന്നേക്കും. ഇവിടെ 10⁻⁻², എന്താണ് 10⁻⁻6. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ സിമ്പിൾ റൂൾ ആലോചിച്ചാൽ മതി. നമ്പേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക, 10⁻² വരുന്ന വാല്യൂവിനെ സെപ്പറേറ്റ് ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. ഇപ്പൊ ഡിവിഷൻ ആണെങ്കിലും അത് തന്നെ. ഡിവിഷൻ ആണെങ്കിൽ എന്താ നമുക്ക് 10⁻² വരുന്ന ടൈം a⁻m ഡിവൈഡ് ബൈ a⁻n എന്തായിരിക്കും? a⁻m - n ആണ്. അതും അവിടെ ഉപയോഗിക്കാം. ഇനി അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ for these two operations, first the numbers are written in such a way that they have the same exponent. അപ്പൊ ആദ്യം നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്താണ്? ഇവര് രണ്ട് നമ്പേഴ്സ് നമുക്ക് തന്നു, അത് രണ്ടിനും ഒരേ എക്സ്പോണന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ 6.65 10⁻⁴ 8.95 10⁻3. ഓക്കെ, ഇപ്പൊ രണ്ട് എന്താ വേറെ എക്സ്പോണൻസ് ഉള്ളത്. ഒന്നതിൽ 10⁻⁴, ഒന്ന് 10⁻3 ആക്കണം. അപ്പൊ അത് എന്താണ്? രണ്ടുപേരും ആദ്യം നമുക്ക് സെയിം എക്സ്പോണന്റ് ആണ്. അതിന് രണ്ടിനെയും 10⁻⁴ ആക്കുക, അല്ലെങ്കിൽ രണ്ടിനെയും 10⁻3 ആക്കുക. 10⁻⁴
രണ്ടിന് 10⁴ ആക്കുവാണെങ്കിൽ എന്താ ഇത് 6.65 into 10⁴ തന്നെ ആയിരിക്കും. മറ്റേത് എന്താവും ഒരു ഡെസിമൽ അപ്പുറത്തോട്ട് കൊണ്ടുപോകാം 0.895 into 10⁴ ആവും. എന്നിട്ട് അതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യാം സെപ്പറേറ്റ്. എക്സ്പോണൻഷ്യൽ ഈ വാല്യൂവിന് എക്സ്പോണൻഷ്യൽ വാല്യൂവിനെ ആഡ് ചെയ്യേണ്ട, മറ്റേ രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 10⁴ കോമൺ ആയിട്ട് എടുത്താൽ മതി അല്ലെ. ഇനി അതല്ല 10⁻³ ആക്കണമെങ്കിൽ രണ്ടിനെ 10⁻³ ആക്കണമെങ്കിൽ 66.5 into 10⁻³ ആവും. 8.95 into 10⁻³ എന്നാവും. അപ്പൊ ഈ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10⁻³ ഒന്ന് കോമൺ ആയിട്ട് എടുത്താൽ 66.5 plus 8.95 വരും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അഡീഷന്റെ റൂൾ അതാണ്. സബ്ട്രാക്ഷനിൽ നമുക്ക് സെയിം തന്നെ ഉപയോഗിക്കാം. കോമൺ എടുക്കുക, രണ്ടിന്റെ ഒരേ 10⁻³ വാല്യൂ വരുന്നത് എക്സ്പോണൻഷ്യൽ വാല്യൂ വരുന്നത് സെയിം ആക്കുക, എന്നിട്ട് ഇക്വേറ്റ് ചെയ്യും. ഇങ്ങനെ നമുക്ക് ചെയ്യാം സയന്റിഫിക് നൊട്ടേഷന്റെ സഹായത്തോടെ. Every experimental measurement has some amount of uncertainty associated with it because of limitation of measuring. ഇപ്പൊ എല്ലാം നമുക്ക് ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് അൺസർട്ടനിറ്റി കാണും. അപ്പൊ നമ്മള് ഇത്ര മീറ്റർ എന്താ ഒരു മീറ്റർ തന്നെ എടുത്താൽ ഇത് കറക്റ്റ് 1 മീറ്റർ ആയിരിക്കുന്നില്ല, അത്രയും മൈനർ. ഇപ്പം നാനോമീറ്റർ ലെങ്ത് ഒക്കെ എക്സ്ട്രാ വരാം. ഓക്കെ, അപ്പൊ അത്രയും ഒരു അൺസർട്ടനിറ്റി ഏതൊരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോഴും ഉണ്ടാവും. Because of limitation of measuring instrument and the skill of person making the measurement. അപ്പൊ അത്രയും ചെറിയ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനുള്ള മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമുക്കില്ല. മാത്രമല്ല അത് മെഷർ ചെയ്യുന്ന ആളുടെ സ്കില്ലിന്റെ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം വരുമ്പോൾ എന്താ അൺസർട്ടനിറ്റി എന്തായാലും വരും. ഫോർ എക്സാമ്പിൾ, മാസ് ഓഫ് an object is obtained using a platform balance. നമ്മള് analytical ബാലൻസ് വെച്ച് ഒരു സാധനത്തിന്റെ മാസ് 9.4 gram ആണ് കിട്ടി. ഓക്കെ, പ്ലാറ്റ്ഫോം ബാലൻസ് നമുക്ക് 9.4 gram കിട്ടി. പക്ഷെ അനലിറ്റിക്കൽ ബാലൻസിൽ നമുക്ക് അതിന്റെ മാസ് ഉപയോഗിച്ച് നമുക്ക് 9.4213 gram എന്ന് കിട്ടും. The mass obtained by an analytical balance is slightly higher than the mass obtained by platform balance. Therefore, digit 4 placed after decimal in the measurement by platform balance is uncertain. ഇവിടെ ഈ രണ്ട് മെഷർമെന്റ് ഇപ്പൊ എന്തായി, അനലിറ്റിക്കൽ ബാലൻസ് നമുക്ക് 9.4213 കിട്ടി, പ്ലാറ്റ്ഫോം ബാലൻസ് നമുക്ക് 9.4 കിട്ടി അല്ലേ. അപ്പം അതുകൊണ്ട് ഈ 9 ശേഷം വരുന്ന പ്ലാറ്റ്ഫോം ബാലൻസിൽ നമുക്ക് 9 ശേഷം വരുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടൺ ആയിട്ടുള്ള ഡിജിറ്റ് ആണ്. കാരണം അനലിറ്റിക്കൽ ബാലൻസ് നമുക്ക് 4-1 കിട്ടി. ഓക്കെ, the uncertainty in the experimental or calculated values is indicated by mentioning the number of significant figures. അപ്പൊ നമുക്ക് ഒരു വാല്യൂ മെഷർ ചെയ്തപ്പോൾ അതിന്റെ അൺസർട്ടനിറ്റി നമ്മൾ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വെച്ചാണ് പറയുക. ഓക്കെ, എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്? സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ എന്താണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ മീനിങ്ഫുൾ ഡിജിറ്റ്സ് വിച്ച് ആർ നോൺ വിത്ത് സർട്ടനിറ്റി പ്ലസ് 1 വിച്ച് ഇസ് എസ്റ്റിമേറ്റഡ് ഓർ അൺസർട്ടൺ. സിഗ്നിഫിക്കന്റ് വെച്ചാൽ നമുക്ക് ഉറപ്പുള്ള വാല്യൂസ് എല്ലാം ആദ്യം എഴുതും, പിന്നെ അതിന്റെ കൂടെ അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ഡിജിറ്റ് ആഡ് ചെയ്യും. എത്രയും ഡിജിറ്റ്സ് ആയിരിക്കും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ പറയാം. ഓക്കെ, the uncertainty is indicated by writing the certain digits and the last uncertain digit. Thus, if we say result as 11.2 ml, ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് 11.2 ml എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. അതിനകത്ത് ഈ 11 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സർട്ടൺ ആയിട്ടുള്ള ഉറപ്പുള്ള വാല്യൂ ആണ്. ഈ 0.2 എന്ന് പറയുന്നത് നമുക്ക് അൺസർട്ടൺ ആയിട്ടുള്ള വാല്യൂ ആണ്. And the uncertainty would be plus or minus 1 in the last digit. നമുക്ക് അൺസർട്ടനിറ്റി വേറെ പറഞ്ഞിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റിന്റെ കൂടെ പ്ലസ് ഓർ മൈനസ് 1 എപ്പോഴും ഒന്ന് നമ്മൾ അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, നമുക്ക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എഴുതാൻ വേണ്ടിയുള്ള കുറച്ച് എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് നമ്മൾ എഴുതണം എന്ന് പറയാൻ വേണ്ടി കുറച്ച് റൂൾസ് ഉണ്ട്. അത് നമുക്ക് ആദ്യം പഠിക്കാം. There are certain rules for determining the number of significant figures. എന്താണ്? All non-zero digits are significant. അപ്പം സീറോ അല്ലാത്ത ഡിജിറ്റ്സ് എല്ലാം എന്താണ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ നമുക്ക് 285 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് 3 നോൺ സീറോ ഡിജിറ്റ്സ് ഉണ്ട്, അത് 3 സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ 285 സെന്റിമീറ്ററിൽ 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. പിന്നെ 0.25 ml നമുക്ക് 2 നോൺ സീറോ ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ ആ 2 ഡിജിറ്റ്സ് ആണ് ഇവിടെ സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത്. ഇനി സീറോസ് preceding to the first non-zero digits are not significant. അല്ലെ, ഇപ്പം നോൺ സീറോ ഡിജിറ്റ്സിന് മുമ്പ് വരുന്ന സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല. ഇപ്പൊ ഇവിടെ 0.25 ml പറഞ്ഞപ്പോഴും എന്താണ് ഈ 0.25 ml പറഞ്ഞപ്പോൾ അത് ഈ സീറോ എന്ന് പറയുന്നത്
ഈ ടു എന്താണ് നോൺ സീറോ ഡിജിറ്റ്സിന് മുമ്പ് വരുന്ന എന്താണ് സീറോ ആണ്, അതുകൊണ്ട് അത് സിഗ്നിഫിക്കന്റ് അല്ല. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ വേറെ തന്നേക്കുന്നത് 0.03 ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ, 0.0052 രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പൊ നോൺ സീറോ ഡിജിറ്റ്സിന് മുമ്പ് വരുന്ന സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല. സീറോസ് ബിറ്റ്വീൻ ടു നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. അപ്പൊ രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയിൽ വരുന്ന സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആണ്. ഇവിടെ 0.03 പകരം ഇപ്പൊ നേരത്തെ പറഞ്ഞ 0.03 എന്താണ് ഒറ്റ സിഗ്നിഫിക്കന്റ് ഫിഗർ ഉള്ളൂ. അപ്പൊ അത് 1.03 അല്ലെങ്കിൽ 10.03 ആയിരുന്നെങ്കിൽ എന്താ ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ വന്നേനെ, ഇവിടെ 4 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. അതേപോലെ തന്നെ 2.005 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്. ഓക്കെ, zeros at the end or right of a number are significant provided they are on the right side of the decimal point. ഇപ്പൊ ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ വരുന്ന സീറോസ്, എൻഡിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ആണ്. എന്താണ് 0.200 ഗ്രാം എന്ന് പറയുന്നത്, അതിനകത്ത് 3 സിഗ്നിഫിക്കന്റ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഡെസിമലിന് ശേഷം നമ്മൾ അത്രയും സീറോസ് ഇടുന്നുണ്ടെങ്കിൽ ആ വാല്യൂ അത്രയും ആക്യുറേറ്റ് ആയിരിക്കും അല്ലേ. നമ്മൾ ഒരു സെർട്ടനിറ്റി വെച്ചാണ് ആ ഡിജിറ്റ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് സിഗ്നിഫിക്കന്റ് ഫിഗർ ആയിട്ട് നമ്മൾ കൂട്ടുന്നത്. ബട്ട് ഇഫ് അതർവൈസ് ദ ടെർമിനൽ സീറോസ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ് ഇഫ് ദർ ഇസ് നോ ഡെസിമൽ പോയിന്റ്. ഇപ്പൊ ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ എന്താണ്, ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ ടെർമിനൽ സീറോസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് അല്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ 100ന് 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. പക്ഷെ 100.0 എന്താണ് ഡെസിമലിന് ശേഷം വരുന്ന സീറോ, അത് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് പറയാം. പിന്നെ അടുത്തത് കൗണ്ടിങ് ദി നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. ഇപ്പൊ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ എണ്ണം തരികയാണെങ്കിൽ അതിനകത്ത് ഇൻഫിനിറ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് 2 ബോൾ അല്ലെങ്കിൽ അവിടെ 20x, ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഇപ്പൊ ഒരു സാധനത്തിന്റെ എണ്ണം ഒക്കെ പറയുകയാണെങ്കിൽ എന്താ, അത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. കാരണം ഇപ്പൊ നമുക്ക് 2 ബോൾ എന്ന് പറയുന്നത് 2ന് ശേഷം എത്ര വേണമെങ്കിലും 0 ഇട്ടിട്ട് പോകും. കാരണം അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 2 എന്ന് പറയുന്നത് അല്ലേ. അപ്പം എത്ര വേണമെങ്കിൽ 0 ഇടാന്നുകൊണ്ട് അങ്ങനെ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ഒക്കെ നമ്മൾ തരുവാണെങ്കിൽ അതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, തൽക്കാലം നമുക്ക് ഇന്നിവിടെ കൊണ്ട് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.